പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഓഹരി കുംഭകോണ ആരോപണവുമായി രാഹുൽ ഗാന്ധി. അദാനിയുടെ ചാനൽ വഴി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് രാഹുൽ ആരോപിച്ചു. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം വേണമെന്നും ആവശ്യം. ജിൽബി തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ വലിയ കുംഭകോണ ആരോപണവുമായിട്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ മോദിയും അമിത്ഷായും വലിയ ഓഹരി വിപണിയിൽ വലിയ കുംഭകോണം നടത്തിയതായും ഇതിനായി വ്യാജ എക്സിറ്റ് പോൾ സർവേകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ ജൂൺ 4-ന് BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും, 400 സീറ്റുകൾ നേടും, ഓഹരി വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം മോദിയും അമിത്ഷായും അദാനി ചാനലിലൂടെ പറഞ്ഞ് നിക്ഷേപകരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് എക്സിറ്റ് പോൾ വരുന്നതിന് തലേദിവസം, അതായത് മെയ് 31-ന് ഓഹരി വിപണിയിൽ കോടികളുടെ നിക്ഷേപമുണ്ടായി. ജൂൺ 1-ന് വന്ന എക്സിറ്റ് പോളുകളിൽ വീണ്ടും BJP അധികാരത്തിൽ വരുമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരിപ്പിച്ച് നിക്ഷേപകരെ ആകർഷിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇന്ത്യൻ വിപണിയിലെ തന്നെ അല്ലെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. 19 में नरेंद्र मोदी जी कहते हैं स्टॉक मार्केट विल ब्रेक रिकॉर्ड्स ऑन जून 4th. फिर 28 मई को रिपीट करते हैं. 1 जून मीडिया झूठे एग्जिट पोल रिलीज करती है. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഓഹരി വിപണി കുത്തനെ ഇടിയുകയും മോദിയുടെ വാക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രസ്താവനകൾ മുൻനിർത്തി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിൽ നേട്ടമുണ്ടാക്കിയത് BJPയുമായിട്ട് ബന്ധമുള്ള ബിസിനസ് പ്രമുഖരാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനാൽ നടന്നത് വലിയ രീതിയിലുള്ള ക്രിമിനൽ കുറ്റമാണെന്നും മോദിക്കും അമിത്ഷായ്ക്കും ഇതിൽ നേരിട്ട് പങ്കുണ്ട്. അതിനാൽ സംയുക്ത പാർലമെന്ററി സമിതി ഇതിൽ അന്വേഷണം നടത്തി ഇതിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം അദാനി ചാനലിന്റെ റോള് സെബി അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എന്തിനാണ് ജനങ്ങളോട് ഇത്തരത്തിൽ ഓഹരി വാങ്ങാൻ മോദിയും അമിത്ഷായും ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആരായുകയും ചെയ്തു. എന്തായാലും 3ാം മോദി സർക്കാർ രൂപീകരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ മോദിയും BJPയും നടത്തുമ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപെയാണ് ഇപ്പോൾ മോദിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്.